മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഡോമിനൻ്റ് ട്രീറ്റ് എന്താണ്, റെസിസീവ് ട്രീറ്റ് എന്താണെന്ന് പഠിച്ചു. സോ എന്താണ് ഡോമിനൻ്റ്, എന്താണ് റെസിസീവ്? ഏത് ക്യാരക്ടറാണോ എക്സ്പ്രസ്ഡ് ആവണേ അതിനെ ഡോമിനൻ്റ് ട്രീറ്റ് എന്ന് പറയും. ഏത് ക്യാരക്ടറാണ് എക്സ്പ്രസ്ഡ് ആവാണ്ട് സപ്രസ്ഡ് ആവണേ അതിനെ നമ്മൾ റെസിസീവ് ട്രീറ്റ് എന്നും പറയും. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഇനി കോൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ്. എന്താണ് ഈ ഡോമിനൻസ് എന്ന് പറഞ്ഞ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? അതായത് എന്താണ് ആക്ച്വലി ഡോമിനൻറ്റ്, വാട്ട് ഈസ് എക്സാക്ട്ലി ഡോമിനൻറ്റ്? ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് അർത്ഥം? നമ്മൾ ഈ പറഞ്ഞ ടോള്, ഡ്വാർഫ്, രണ്ട് പ്യുവർ ടോളും പ്യുവർ ഡ്വാർഫും നമ്മൾ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് F1 പ്രോജനിയിൽ മുഴുവൻ ടോള് കിട്ടി. അപ്പോഴാണ് എന്തുകൊണ്ട് ടോള് കിട്ടി, എന്തുകൊണ്ട് ഡ്വാർഫ് കിട്ടിയില്ല എന്നറിയാൻ വേണ്ടി നമ്മൾ F1നെ വീണ്ടും സെൽഫ് ചെയ്തപ്പോഴാണ് നമുക്ക് അതിന് 3:1 റേഷ്യോയിൽ കിട്ടിയത്. സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് ഇത്, എന്തുകൊണ്ടാണ് കുറച്ച് അലീലുകൾ ഒരു ജീനിൻ്റെ ചില അലീലുകൾ ഡോമിനൻ്റ് ആവണതും ചില അലീലുകളും റെസിസീവ് ആവണതും, എന്തുകൊണ്ട് ടോൾ ഡോമിനൻ്റായി, എന്തുകൊണ്ട് ഡ്വാർഫ് റെസിസീവായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് F1ൽ ഇത് ഡോമിനൻ്റ് ക്യാരക്ടർ വന്നു, എന്തുകൊണ്ട് റെസിസീവ് ക്യാരക്ടർ വന്നില്ല, അതാണ് നമ്മൾ പറയാൻ പോണേ കോൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ്. എന്താണ് ആക്ച്വൽ ഡോമിനൻസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഓരോ ജീനും നമ്മൾ പഠിക്കുന്ന ഏത് ജീനും, ഞാൻ പറഞ്ഞു ഓരോ ജീനും ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ അല്ലെങ്കിൽ ട്രെയ്റ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യണം. നമ്മുടെ ഹെയറിൻ്റെ കളറിനൊരു ജീനുണ്ട്, ഐയിൻ്റെ കളറിനൊരു ജീനുണ്ട്, നമ്മുടെ ഹൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ എന്ത് ഫീച്ചേഴ്സ്, നമ്മുടെ നല്ല ഏത് ഓർഗാനിസത്തിനുണ്ട ഏത് ഫീച്ചേഴ്സും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ജീനാണ് ആ ക്യാരക്ടർ അല്ലെങ്കിൽ ട്രെയ്റ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. സോ എവറി ജീൻ കണ്ടെയ്ൻ ഇൻഫർമേഷൻ ടു എക്സ്പ്രസ് എ പെർട്ടിക്കുലർ ട്രെയ്റ്റ്. ഓരോ ജീൻ എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ അല്ലെങ്കിൽ ട്രെയ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ഇരിക്കുന്നത് ജീനിലാണ്. ആ ജീനിലാണ് എന്ത് ക്യാരക്ടറാണ്, എന്ത് ട്രെയ്റ്റാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നുള്ള ആ കാര്യങ്ങളെല്ലാം ഫീച്ചേഴ്സ് ഇരിക്കുന്നത് എവിടെയാണ്? ഒരു ജീനിലാണ്. അതാണ് നമ്മൾ ഒരു പാരൻറ്റിൻ്റെ ചില ക്യാരക്ടർ കിട്ടുന്നു, ചിലത് ഫാദറിൻ്റെ ക്യാരക്ടർ കിട്ടുന്നു, ചിലത് മദറിൻ്റെ ക്യാരക്ടർ, ചിലപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ കിട്ടുന്നു. ഇതൊക്കെ ആ ജീൻ, ഏത് ജീനാണ് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ്സ് ആയിട്ട് വരണേ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഓരോ ജീനും ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ അല്ലെങ്കിൽ ട്രീറ്റിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷനാണ് ഓരോ ജീനും നമുക്ക് പ്രൊവൈഡ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഡിപ്ലോയിഡ് ഓർഗാൻസം, നമ്മളൊക്കെ ഡിപ്ലോയിഡ് ഓർഗാൻസാണ്. നമ്മുടെ ക്രോമസോം കണ്ടീഷൻ 2n ക്രോമസോം കണ്ടീഷനാണ് ഡിപ്ലോയിഡ്. സോ ഡിപ്ലോയിഡ് ഓർഗാൻസത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ജീനുകളിൽ 2 കോപ്പീസ് ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞതാണ് ദർ ആർ 2 കോപ്പീസ് ഓഫ് ഈച്ച് ജീൻ. അതിനെയാണ് നമ്മൾ പെയേഴ്സുകളായിട്ട് അലീലിക് പെയേഴ്സ് അല്ലെങ്കിൽ അലീലോമോഫ് എന്ന് പറഞ്ഞു. സോ നമ്മൾ ടോൾ എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ അല്ലെങ്കിൽ ട്രെയ്റ്റ് അതൊരു ജീനാണ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ പെയർ ഓഫ് അലീലുകളായിട്ടാണ്, അലീലോമോർഫുകളായിട്ടാണ്. സോ ഓരോ ജീനിനും എന്തുണ്ടായിരിക്കും? 2 കോപ്പീസ് ഉണ്ടായിരിക്കും. ഓരോ ട്രെയ്റ്റ് അല്ലെങ്കിൽ ഓരോ ഫാക്ടർ റെപ്രസെൻ്റ് ചെയ്യണ ഓരോ ജീനിനും എന്തുണ്ടായിരിക്കും? 2 കോപ്പീസ് ഉണ്ടായിരിക്കും. പെയറുകളായിട്ടാണ് ജീനുകൾ ഇരിക്കണേ നമ്മൾ പറഞ്ഞു. ആ ഇതിനെ നമ്മൾ വിളിച്ച പേരുമായിരുന്നു അലീൽ. സോ ഓരോ ക്യാരക്ടറിനെയും റെപ്രസെൻ്റ് ചെയ്യണത് എന്താണ്? ജീനാണ്. ആ ജീനുകളിൽ 2 പെയറുകൾ അലീലുകളായിട്ടുണ്ടാവും. ഇത്ര ക്ലിയർ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഇനി ഈ 2 അലീലുകളും ഒരിക്കലും ഒരുപോലെ തന്നെ വരണം നിർബന്ധമില്ല. ദീസ് 2 alleles നീഡ് നോട്ട് ഓൾവേസ് ബി ഐഡൻറ്റിക്കൽ. ഒരിക്കലും ഈ 2 പെയറുകൾ, ജീനിൻ്റെ 2 പെയറുകൾ ഒരുപോലെ ഇരിക്കണം നിർബന്ധമില്ല. ക്യാപിറ്റൽ ടി ടോൾ എന്ന് പറഞ്ഞ ജീന് ഒരുപോലെയാണ്, സ്മോൾ ടി ഒരുപോലെയാണ്. എന്നാൽ F1ൽ എങ്ങനെയായിരുന്നു? ക്യാപിറ്റൽ ടി സ്മോൾ ടി. അതെന്ത് കണ്ടീഷനായിരുന്നു? ഹെട്രോസൈഗസ് കണ്ടീഷനിലാണ്. സോ അതും എന്താണ്? അലീലിക് പെയറുകളാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന F1 ഹൈബ്രിഡ്. അപ്പോൾ ഈ അലീലുകൾ ഒരിക്കലും ഒരുപോലെ ഇരിക്കണം നിർബന്ധമില്ല. എങ്ങനെയുള്ള പോലെ? ആസ് ഇൻ ഹെട്രോസൈഗസ്. സോ ഹെട്രോസൈഗോട്ടിലൊക്കെ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്നത് ഹെട്രോസൈഗട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാപിറ്റൽ W സ്മോൾ w ഹെട്രോസൈഗസ് ആണ്. ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ അലീലുകൾ ഒരുപോലെയല്ല. സോ അലീലുകൾ ഒരുപോലെ ഹോമോസൈഗസ് ആവണമെന്ന് നിർബന്ധമില്ല, ഹെട്രോസൈഗസ് ആവാം. ആ അലീലുകൾ, ആ ജീനിൻ്റെ ആ പേരുകൾ ഹെട്രോസൈഗസ് ആവാം. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹോമോസൈഗസ് മാറി ഹെട്രോസൈഗസ് ആവണം? അതിൻ്റെ റീസൺ വൺ ഓഫ് ദം മേ ബി ഡിഫറെൻറ്റ് ഡ്യൂ ടു സം ചേഞ്ചസ് അഥവാ മ്യൂട്ടേഷൻ. ഈ ക്യാപിറ്റൽ ടി ഹോമോസൈഗസ് ആയിട്ടുള്ള അലീലുകളാണ് ആ ടോൾ എന്ന് പറഞ്ഞ ജീനിൻ്റെ. സ്മോൾ ടി എന്ന് പറയുന്നത്
ഡ്വാർഫിൻ്റെ അലീലുകളാണ്. ആ ഡ്വാർഫ് എന്ന് പറഞ്ഞ ജീനിൻ്റെ അലീലുകളാണ്. എന്നാൽ F1 കിട്ടിയ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞത് F1 ഹൈബ്രിഡിലുള്ള അലീലുകൾ എന്നാണ്. ക്യാപിറ്റൽ ടി വേറെ, സ്മോൾ ടി. ഇത് രണ്ട് ഡിഫറെൻ്റ് അലീലുകളാണ്, ഹെട്രോസൈഗസ് കണ്ടീഷനാണ്. എന്തുകൊണ്ട് ക്യാപിറ്റൽ ടി എന്ന് തന്നെ വന്നില്ല? അതിന് കാരണമാണ് വൺ ഓഫ് ദം, ആ സ്മോൾ ടി ആവാൻ കാരണം വൺ ഓഫ് ദം മേ ബി ഡിഫറെൻറ്റ്, സ്മോൾ ടി ആയിട്ട് വന്നു. അതെന്തായിരുന്നു? ഡ്യൂ ടു സം ചേഞ്ചസ്. ആ ചേഞ്ച് എന്ന് പറയുന്നത് മ്യൂട്ടേഷൻ ആവാം. ഈ ജീനിലുള്ള ചില ചേഞ്ചസുകളെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞത്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. സോ ഈ മ്യൂട്ടേഷൻ വഴി, ചേഞ്ചസുകൾ വഴി ഈ അലീലിക് പെയറുകൾ ഡിഫറെൻ്റ് ആവാം. ഹോമോസൈഗസ് അല്ലാണ്ട് ഹെട്രോസൈഗസും ആവാം. സോ ആ മ്യൂട്ടേഷൻ കാരണം വിച്ച് മോഡിഫൈസ് ദ ഇൻഫർമേഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ അലീൽ കണ്ടെയ്ൻസ്. സോ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ അലീനിന് പകരം ടോൾ എന്ന് പറഞ്ഞ ആ ജീനിന് പകരം F1 ഹൈബ്രിഡിലെത്തിയപ്പോഴും ടോൾ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ജീനോടൈപ്പ് എങ്ങനെയാണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ആ സ്മോൾ ടി ആവാനായിട്ട് എന്ത് കാരണമാവാം? വൺ ഓഫ് ദ മേ ബി ഡിഫറെൻറ്റ് ഡ്യൂ ടു ചില ചേഞ്ചസ് ആവാം, മ്യൂട്ടേഷൻ ആവാം. ആ മ്യൂട്ടേഷൻ കാരണം ആ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ് വരേണ്ട സ്ഥാനത്ത് അത് സ്മോൾ ടി ആയി മാറി. വിച്ച് മോഡിഫൈസ് എ ഇൻഫർമേഷൻ. ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഫർമേഷനെ മോഡിഫൈ ചെയ്യുന്നു. അലീലുള്ള ഇൻഫർമേഷൻ മോഡിഫൈ ചെയ്ത് അതൊരു ഹെട്രോസൈഗസ് ആയിട്ട് മാറുന്നു. സോ അലീലുകൾ ഹോമോസൈഗസ് ആവണമെന്ന് നിർബന്ധമില്ല, ഹെട്രോസൈഗസ് ആവാം. എന്തുകൊണ്ടാണ്? അത് മ്യൂട്ടേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ട് ആ ഒരു അലീൽ, രണ്ട് അലീലിൽ ഒരു അലീലിന് ചേഞ്ചസ് വന്ന് മോഡിഫൈ ചെയ്തിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഡോമിനൻസിൻ്റെ ഒരു കോൺസെപ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, എ ജീൻ ദാറ്റ് കണ്ടെയ്ൻസ് ദ ഇൻഫർമേഷൻ ഫോർ പ്രൊഡ്യൂസിങ് ആൻ എൻസൈം. ഓരോ ജീനും നമ്മൾ പറഞ്ഞു ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ട്രീറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ആ ജീനിൽ ഇൻഫർമേഷനാണ് പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഫർമേഷനാണ് ആ ജീനിൽ ഇരിക്കുന്നത്. ഈ ഇൻഫർമേഷൻ എന്തിനുള്ളതായിരിക്കും? ഫോർ പ്രൊഡ്യൂസിങ് ആൻ എൻസൈം. സോ ഓരോ ജീനും ഒരു പെർട്ടിക്കുലർ എൻസൈമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇൻഫർമേഷനാണ് ഓരോ ജീനിലും ഉള്ളത്. അല്ലെങ്കിൽ ഓരോ ക്യാരക്ടർ ഉണ്ടാവണമെങ്കിൽ ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യണം. അത് എൻസൈം വഴി ആ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റായിട്ട് മാറണം. സോ അതാണ് പറയുന്നത്, ഓരോ ജീനിലും ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ആ ഇൻഫർമേഷൻ എന്ത് വേണം? ടു പ്രൊഡ്യൂസ് ആൻ എൻസൈം. ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇൻഫർമേഷനാണ് ഓരോ ജീനിലും ഉള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു there are 2 copies of this gene. നമ്മൾ പറഞ്ഞു ജീനിൽ എന്താണ്? 2 കോപ്പീസ് ഉണ്ട്. നമ്മൾ പറഞ്ഞതാണ് അലീലിക് ഫോമുകൾ എന്നാണ് പറഞ്ഞത്. ക്യാപിറ്റൽ ടി ഹോമോസൈഗസ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഹെട്രോസൈഗസ്. സോ ഈ 2 കോപ്പീസ് ഓഫ് ജീനുകളുണ്ട്. അവരെ നമ്മൾ അലീലിക് ഫോംസ് എന്ന് പറയും. ആ അലീലിക് ഫോമുകളാണ് ഒന്നുകിൽ നോർമൽ അലീലാവാം. ഈ 2 അലീലിക് ഫോമുകൾ എന്ന് പറഞ്ഞത് 2 കോപ്പീസ് ഓഫ് ജീൻ എന്ന് പറയുന്നത് അലീലിക് ഫോമുകളാണ്. ആ അലീലിക് ഫോമുകൾ ഒന്നുകിൽ നോർമൽ അലീലാവാം, ഒരു നോർമൽ അലീലാവാം, അല്ലെങ്കിൽ ഒരു ചേഞ്ച്ഡ് അല്ലെങ്കിൽ മോഡിഫൈഡ് അലീലാവാം. മ്യൂട്ടേഷൻ വഴിയോ എന്തെങ്കിലും സംഭവിച്ചിട്ട് ആ അലീൽ മോഡിഫൈ ചെയ്യും, നമ്മൾ ഹെട്രോസൈഗസിൽ കണ്ട പോലെ. സോ അലീലിക് ഫോമുകൾ ഒന്നുകിൽ നോർമൽ അലീലാവാം, അല്ലെങ്കിൽ ചേഞ്ച്ഡ് ഫോം അല്ലെങ്കിൽ മോഡിഫൈഡ് ഫോം ഓഫ് അലീലാവാം. സോ നോർമൽ അലീലാണ് നിൽക്കുക. ആ ജീൻ ഇൻഫർമേഷനിൽ കാണുന്ന, ആ ജീനിൽ കാണുന്ന ആ അലീലിക് ഫോം നോർമൽ അലീലാണെന്നുണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു നോർമൽ എൻസൈമാണ്. അതാണ് നമ്മൾ പറഞ്ഞത്, ഓരോ ഇൻഫർമേഷൻ അടങ്ങിയ ജീനും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? എൻസൈമാണ്. സോ അതൊരു നോർമൽ അലീലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു നോർമൽ എൻസൈമായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സബ്സ്ട്രേറ്റിനെ ഒരു പ്രോഡക്റ്റാക്കി മാറ്റാനായിട്ട്. സോ ഒരു നോർമൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്ത എൻസൈമിൻ്റെ ഡ്യൂട്ടി എന്താണ്? സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റാക്കി മാറ്റുക. സോ ഒരു നോർമൽ അലീലാണെങ്കിൽ ഒരു നോർമൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും, അതുവഴി സബ്സ്ട്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു. അതുവഴി എന്തുണ്ടാവും? ഒരു നോർമൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നോർമൽ പ്രോഡക്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? ഇറ്റ് പ്രൊഡ്യൂസസ് സ്പെസിഫിക് ഫീനോടൈപ്പ് അല്ലെങ്കിൽ ട്രേറ്റ്. എന്ത് ട്രേറ്റ് ആണോ, എന്ത് ക്യാരക്ടറാണോ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, ആ ഒരു സ്പെസിഫിക് ഫീനോടൈപ്പിനെയാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? നോർമൽ അലീൽ. സോ നോർമൽ അലീലാണെങ്കിൽ എന്തുണ്ടാവും? ഒരു പെർട്ടിക്കുലർ ട്രേറ്റ് അല്ലെങ്കിൽ ഒരു ഫീനോടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. അതേസമയം നമ്മൾ പറഞ്ഞു അത് നോർമൽ. രണ്ടാമത്തെ ചാൻസ് എന്നാണ്? ചേഞ്ച്ഡ് അലീൽ ഉണ്ടാവാം. ഹെട്രോസൈഗസ് പോലെ ചേഞ്ച്ഡ് അലീൽ ഉണ്ടാവാം. ആ ഒരു ചേഞ്ച്ഡ് അലീലാണെങ്കിൽ നമ്മളതിന് മോഡിഫൈഡ് അലീൽ എന്ന് പറയും. അതിന് ചേഞ്ച്ഡ് അലീൽ നോർമൽ അലീലാണെങ്കിൽ ഒരു സ്പെസിഫിക് ഫീനോടൈപ്പ്, ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ അല്ലെങ്കിൽ ട്രേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതേസമയം അലീൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, മ്യൂട്ടേഷൻ വഴി മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അലീൽ 3 തരത്തിലുള്ള
എൻസൈമുകളാണ് പ്രൊഡ്യൂസ്, അല്ലെങ്കിൽ 3 തരത്തിലുള്ള റിസൾട്ടുകളാണ് ഉണ്ടാക്കുക. എപ്പോൾ ഒരു അലീൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു അലീൽ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 3 സിറ്റുവേഷൻസ് പോസിബിളാണ്. സോ ഒരു അലീൽ ചേഞ്ച്ഡ് ആണെങ്കിൽ ഇറ്റ് മേ പ്രൊഡ്യൂസ് എ നോർമൽ എൻസൈം ഓർ ലെസ് എഫിഷ്യൻറ്റ് എൻസൈം. ഒരു പക്ഷേ ആ മോഡിഫൈഡ് അലീൽ ഒരു അൺമോഡിഫൈഡ് അലീലിനെ പോലെ തന്നെ ഒരു നോർമൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലെസ് എഫിഷ്യൻറ്റ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാം. രണ്ടാമത്തെ ചാൻസ് അലീൽ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നോൺ ഫങ്ഷണൽ എൻസൈം ആവാം പ്രൊഡ്യൂസ് ചെയ്യാം. ഫങ്ഷണൽ അല്ല, നോൺ ഫങ്ഷണൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാം. മൂന്നാമത്തെ ചാൻസ് നോ എൻസൈം അറ്റ് ഓൾ, ഒരു എൻസൈമേ പ്രൊഡ്യൂസ് ചെയ്യാണ്ടും ഇരിക്കാം. ഇതാണ് ഒരു അലീലിൽ ചേഞ്ചസ് വന്നാലുള്ള സാധ്യത. ഇനി നമ്മൾ പറഞ്ഞ ആദ്യത്തെ കേസ് നോർമൽ എൻസൈമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലെസ് എഫിഷ്യൻറ്റ് എൻസൈമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആര് ഈ ചേഞ്ച് ചെയ്ത അലീൽ അങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കാം? ആദ്യത്തെ കേസിൽ മോഡിഫൈഡ് ചെയ്ത അലീൽ ഒരു പക്ഷേ ഇങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മോഡിഫൈഡ് അലീലാണ്, ബട്ട് സ്റ്റിൽ എന്താണ്, അതൊരു നോർമൽ എൻസൈമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ദ മോഡിഫൈഡ് അലീൽ നോർമൽ എൻസൈമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഇക്വാലൻ ടു അൺമോഡിഫൈഡ് അലീൽ. മോഡിഫൈ ചെയ്യാത്ത ഒരു അലീലിനെ പോലെ തന്നെയാണ് ആദ്യത്തെ സിറ്റുവേഷൻ. ആദ്യത്തെ സിറ്റുവേഷൻ എന്താണ്? ഒരു നോർമൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അലീൽ ചേഞ്ചസ് വന്നു, മ്യൂട്ടേഷൻ വന്നു, സ്റ്റിൽ എന്താണ്, ഒരു അൺമോഡിഫൈഡ് അലീൽ, മോഡിഫിക്കേഷൻ നടന്നിട്ടേ ഇല്ലാത്ത ഒരു അലീലിനെ പോലെയാണ് അത് ബിഹേവ് ചെയ്യുക. അപ്പോൾ എന്തുണ്ടാവുക? സോ സെയിം ഫീനോടൈപ്പ്, എന്താണോ ഒരു നോർമൽ അലീലിന് കിട്ടിയ അതേ ഫീനോടൈപ്പ് തന്നെയാണ് കിട്ടുക. ഇപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ നോർമൽ എൻസൈമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ, സോ അങ്ങനത്തെ അലീലിക് പെയർസ് വളരെയധികം കോമൺ ആണ്. ജനറലായിട്ട് കാണുന്ന അലീലിക് പെയറുകളാണ് അത്. അതായത് മോഡിഫൈ ചെയ്തു, എന്നാലും ആ മോഡിഫൈ ചെയ്ത എഫക്റ്റ് എന്താണ്, ഒരു നോർമൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ഒരു നോർമൽ ഫീനോടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അൺമോഡിഫൈഡ് ആയിട്ടുള്ള ഒരു അലീലിൻ്റെ എഫക്റ്റ് തന്നെയാണ്. അപ്പോൾ നോർമൽ എൻസൈം, നോർമൽ ഫീനോടൈപ്പ്. രണ്ടാമത്തെ ചാൻസ് എന്താണ് പറഞ്ഞത്? നോൺ ഫങ്ഷണൽ എൻസൈം ആണ്. മോഡിഫൈ ചെയ്ത അലീൽ ഒരു പക്ഷേ നോൺ ഫങ്ഷണൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എൻസൈമേ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും കേസ് നോക്കുകയാണെങ്കിൽ നോൺ ഫങ്ഷണൽ എൻസൈം മോഡിഫൈ ചെയ്ത അലീൽ ഫങ്ഷൻ അല്ലാത്ത ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എൻസൈമേ പ്രൊഡ്യൂസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ എന്താ, ഫീനോടൈപ്പ് ഡെഫിനറ്റ്ലി എഫക്റ്റഡ് ആണ്. ഇവിടെ ഫീനോടൈപ്പിന് എഫക്റ്റ് ഇല്ല, ബിക്കോസ് എന്താണ്, അൺമോഡിഫൈഡ് അലീലാണ്. എന്താണോ ഒരു നോർമൽ അലീലിൻ്റെ അതുപോലത്തെ ഒരു അലീലാണ് അൺമോഡിഫൈഡ് അലീൽ. അതായത് നമുക്ക് നോർമൽ എൻസൈം വന്നു, നോർമൽ ഫീനോടൈപ്പ്. എന്നാൽ ഫങ്ഷണൽ അല്ലാത്ത എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എൻസൈമേ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ ഫീനോടൈപ്പിനെ എഫക്റ്റ് ചെയ്യുന്നു, ഫീനോടൈപ്പിനെ അത് ബാധിക്കുന്നു. അപ്പോൾ അത് ഡിപ്പെൻഡ് അപ്പോൺ ഫങ്ഷനിങ് ഓഫ് അൺമോഡിഫൈഡ് അലീൽ. എങ്ങനെയാണ് ആ മോഡിഫൈഡ് അലീൽ അൺമോഡിഫൈഡ് അലീലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? സോ ഡിപ്പെൻഡ് അപ്പോൺ ഫങ്ഷനിങ് ഓഫ് അൺമോഡിഫൈഡ് അലീൽ. എങ്ങനെയാണ് ആ ഫീനോടൈപ്പ് എഫക്റ്റ് ചെയ്യുക? അത് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും, അൺമോഡിഫൈഡ് അലീലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അൺമോഡിഫൈഡ് അലീലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒറിജിനൽ ഫീനോടൈപ്പ് എന്തായിരിക്കും? ഡോമിനൻ്റ് അലീലായിരിക്കും. അൺമോഡിഫൈഡ് അലീലാണെങ്കിൽ അത് ഒറിജിനൽ ഫീനോടൈപ്പ് ഡോമിനൻ്റ് ആയിരിക്കും. അതേസമയം മോഡിഫൈഡ് അലീലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിസീവ് അലീലായിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുക. സോ അൺമോഡിഫൈഡ് ആണെങ്കിൽ ഒറിജിനൽ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡോമിനൻ്റ് ആയിരിക്കും. മോഡിഫൈഡ് അലീലാണെങ്കിൽ അത് ഒരു റെസിസീവ് അലീലും. ഇങ്ങനെയാണ് ഒരു ഡോമിനൻ്റ് ക്യാരക്ടറും ഒരു റെസിസീവ് ക്യാരക്ടറും ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും പറയാം, ഡോമിനൻസിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓരോ ജീനിലും ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ ഉണ്ട്. ആ ഇൻഫർമേഷനാണ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ട്രീറ്റാണ്, ക്യാരക്ടറാണ് ഓരോ ജീനും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ജീനുകൾ ഒക്കർ ചെയ്യുന്നത് പെയറുകളായിട്ടാണ്. ആ പെയറുകളെയാണ് നമ്മൾ അലീലിക് ഫോംസ് എന്ന് പറയുന്നത്. സോ അലീലിക് ഫോമുകൾ ഒരുപോലെ ആവണമെന്ന്, ഐഡൻറ്റിക്കൽ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഹെട്രോസൈഗസിലെ പോലെ ആ അലീലിക് ഫോമുകൾ ഡിഫറെൻ്റ് ആവാം. എന്തുകൊണ്ടാണ് ഡിഫറെൻ്റ് ആവുന്നത്? ആ രണ്ടാമത്തെ അലീൽ എന്തെങ്കിലും മ്യൂട്ടേഷനോ ചേഞ്ചസോ വന്നിട്ടായിരിക്കും ആ രണ്ടാമത്തെ അലീൽ ഡിഫറെൻ്റ് ആവുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ പറഞ്ഞത്, ഓരോ ജീനും എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ എൻസൈമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ ജീനിലുള്ള 2 കോപ്പീസ് എന്തൊക്കെയായിരിക്കും? അലീലിക് ഫോമുകൾ. ഒന്നുകിൽ നോർമൽ അലീലാവാം, അല്ലെങ്കിൽ ഒരു ചേഞ്ച്ഡ് അലീലായിരിക്കും. സാധാരണ അലീലാവാം, അല്ലെങ്കിൽ ഒരു ചേഞ്ച്ഡ് അലീലാവാം. നോർമൽ അലീലാണെങ്കിൽ അതൊരു നോർമൽ എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും അതുവഴി സബ്സ്ട്രേറ്റ് ട്രാൻസ്ഫോം ചെയ്ത് ഒരു പ്രോഡക്റ്റ് ആവുകയും അതിൻ്റെ സ്പെസിഫിക് ഫീനോടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അതേസമയം ചേഞ്ച്ഡ് അലീലാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോഡിഫൈഡ് അലീലാണ് ഉണ്ടാവുന്നത്, 3 സാധ്യതകളുണ്ട്. ഒന്ന്, ചേഞ്ച്ഡ് അലീലാണെങ്കിൽ ഒരു നോർമൽ എൻസൈം ഉണ്ടാവാം, അല്ലെങ്കിൽ ലെസ് എഫിഷ്യൻ്റ് എൻസൈം ഉണ്ടാവാം.
അല്ലാത്തതാണെങ്കിൽ നോൺ ഫങ്ഷണൽ എൻസൈമോ അല്ലെങ്കിൽ മൂന്നാമത്താണെങ്കിൽ നോ എൻസൈമോ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കേസിലാണെങ്കിൽ മോഡിഫൈഡ് അലീൽ നോർമൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് മോഡിഫൈഡ് അലീൽ നോർമൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഇക്വലൻ ടു അൺമോഡിഫൈഡ്, മോഡിഫൈ ചെയ്യാത്ത അലീലിനെ പോലെ ആയതുകൊണ്ട് അത് സെയിം ഫിനോടൈപ്പ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. സെയിം അലീലിക് പെയേഴ്സ്, അതുപോലത്തെ അലീലിക് പെയേഴ്സ് ഒക്കെ കോമൺ ആണ്. സോ നോർമൽ അലീൽ ഒരു നോർമൽ എൻസൈം, ഒരു സാധാരണ ഫിനോടൈപ്പ്, നോർമൽ ഫിനോടൈപ്പാണ് ആദ്യത്തെ കേസിൽ. രണ്ടാമത്തെയും മൂന്നാമത്തെ കേസിൽ നോൺ ഫങ്ഷണൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുകയോ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാണ്ടിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഫിനോടൈപ്പിനെ എഫക്റ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? അത് ഡിപ്പെൻഡ് ചെയ്യണത് അൺമോഡിഫൈഡ് അലീലിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒറിജിനൽ ഫിനോടൈപ്പ് ആയിരിക്കും, അപ്പോൾ അത് ഡൊമിനൻ്റ് അലീലായിരിക്കും. അതേസമയം മോഡിഫൈഡ് അലീലാണെന്നുണ്ടെങ്കിൽ അത് റെസിസീവ്. സോ മോഡിഫൈഡ് അലീലാണെങ്കിൽ റെസിസീവ് അലീലും അൺമോഡിഫൈഡ് അലീലാണെങ്കിൽ അത് ഡോമിനൻ്റ് അലീലുമായിട്ട് മാറും. ഇങ്ങനെയാണ് ഒരു ഡോമിനൻ്റ് ട്രേറ്റും ഒരു റെസിസീവ് ട്രേറ്റുമായിട്ട് അത് മാറുന്നത്.